നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിനെ സ്ഥലം മാറ്റി. മോർച്ചറി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് താലൂക്ക് ആശുപത്രിയിൽ BJP പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. അതിനു പിന്നാലെ കുറ്റക്കാരായ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി സൂപ്രണ്ട് DMOയ്ക്ക് കത്ത് നൽകിയിരുന്നു. തുടർന്നാണിപ്പോൾ സൂപ്രണ്ടിനെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. എന്നാൽ സ്ഥലം മാറ്റത്തിലൂടെ ആശുപത്രി സൂപ്രണ്ടിനെ രക്ഷിക്കാനാണ് അധികൃതരുടെ ശ്രമമെന്നാണ് BJPയുടെ വാദം. സംഭവത്തിൽ ശരിയായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും കൊട്ടാരക്കര BJP ഭാരവാഹികൾ അറിയിച്ചു. മോർച്ചറിയിൽ ഒരു മൃതദേഹം സൂക്ഷിക്കുന്നതിന് 500 രൂപയാണ് ഈടാക്കുന്നത്. അതിൽ പോലും ക്രമക്കേടുകൾ നടന്നതായാണ് പുതിയ കണ്ടെത്തൽ. ഒരു വർഷത്തിനിടെ 1,48,000 രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. മോർച്ചറി ഫണ്ട് തട്ടിപ്പിന് പുറമെ OP ടിക്കറ്റിലും ആംബുലൻസ് ഫണ്ടിലുമെല്ലാം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ അഴിമതി നടക്കുന്നതായാണ് BJP ആരോപിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മോർച്ചറിയിൽ മൃതശരീരം സൂക്ഷിക്കുന്നതിനുള്ള വാടക, ഒരു ദിവസത്തേക്ക് 500 രൂപ പ്രതിദിനമുള്ള വാടക, ആ ഇനത്തിൽ വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അതായത് സൂപ്രണ്ടിൻ്റെ പരിശോധനയിൽ സംശയം തോന്നുകയും സൂപ്രണ്ടിൻ്റെ പരിശോധനയിൽ ഒരു വർഷത്തെ തട്ടിപ്പ് മാത്രം, ഒരു വർഷം നടത്തിയ ഡ്യൂപ്ലിക്കേറ്റ് രസീത് നൽകിയുള്ള തട്ടിപ്പിൽ മാത്രം 1,48,000 രൂപയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ കാലാകാലങ്ങളായി ലക്ഷക്കണക്കിന് വൻ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അവർക്കെതിരെ നടപടി എടുക്കാതിരുന്ന സാഹചര്യത്തിൽ BJP ശക്തമായ പ്രതിഷേധവുമായി ആശുപത്രിയിൽ എത്തുകയും സൂപ്രണ്ടിനെ ഉപരോധിക്കുകയും സൂപ്രണ്ടുമായി ബന്ധപ്പെടുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ BJPയുടെ സമരം ശക്തമായതിനെ തുടർന്ന് സൂപ്രണ്ട് DMOയെ അറിയിക്കുകയും നഗരസഭാ അധികാരികളെ അതിനു മുമ്പിട്ട് അറിയിച്ചിരുന്നു. അപ്പോൾ ആ ഭാഗത്തു നിന്ന്, നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടുള്ളതല്ല. കാരണം ഈ തട്ടിപ്പ് കാണിച്ചിട്ടുള്ള ജീവനക്കാർ CPIMൻ്റെയും DYFIയുടെയും സജീവ പ്രവർത്തകരാണ്, ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകരാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ അറിയാൻ കഴിഞ്ഞത് അവർക്കെതിരെ, ഈ ജീവനക്കാർക്കെതിരെ BJPയുടെ സമരം ശക്തമായതിനെ തുടർന്ന് ഈ ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ആശുപത്രി സൂപ്രണ്ട് DMOയ്ക്ക് കത്ത് നൽകിയിട്ടുള്ളതാണ്. ഉടൻ തന്നെ അന്ന് ഞങ്ങൾ BJPയുടെ സമരത്തിനിടയിൽ ഞങ്ങൾ പറയുന്നു, ഈ കള്ളത്തരം കണ്ടുപിടിച്ച് അവരെ സ്ഥലം മാറ്റം യാതൊരു സംശയമില്ല എന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. അത് കൃത്യമായി നടന്നിരിക്കുന്നു. ആ നടപടി എടുക്കാൻ വേണ്ടി കത്തയച്ച ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആശുപത്രി സൂപ്രണ്ടിനെ അടിയന്തരമായി സ്ഥലം മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ ലക്ഷ്യം കൃത്യമായി ഈ CPM പ്രവർത്തകന്മാരെ, ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ള CPIMൻ്റെ പ്രവർത്തകരെ, ആശുപത്രി ജീവനക്കാരായിട്ടുള്ളവരെ, അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPIMൻ്റെ നേതൃത്വം കൊട്ടാരക്കരയിൽ സ്വീകരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വൻ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാതെ, ഒരു നിയമ നടപടികൾക്ക് പോകാതെ, ഒരു HMCയുടെ സ്റ്റാഫുകളാണ്, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ സ്റ്റാഫുകളാണ് അവർ, ഒരു HMC യോഗം പോലും അടിയന്തരമായി വിളിക്കാതെ ആശുപത്രി സൂപ്രണ്ടിനെ അടിയന്തരമായി സ്ഥലം മാറ്റിയത് തികച്ചും കുറ്റവാളികളെ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഇത് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അപ്പോൾ വൻ അഴിമതിയാണ് താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നത്. മോർച്ചറി, ഞങ്ങൾ പറഞ്ഞിരുന്നു, മോർച്ചറിയുടെ തട്ടിപ്പിൽ മാത്രമല്ല, ഞങ്ങൾ കാലാകാലങ്ങളായി വിളിച്ചു പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJP ആശുപത്രിയിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും അഴിമതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ പറഞ്ഞതെല്ലാം കൃത്യമാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് മോർച്ചറിയുടെ തട്ടിപ്പ് മാത്രമല്ല, അവിടെ OP ടിക്കറ്റിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്, ആംബുലൻസിൻ്റെ പൈസയിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്, മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റ് HMCക്ക് വരേണ്ട സാമ്പത്തികം, അവിടെ ഒരു സംവിധാനങ്ങളില്ല, ലാബിൽ സ്റ്റാഫുകളില്ല, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫുകളില്ല. അപ്പോൾ സ്റ്റാഫുകളില്ല എന്ന് പറയുമ്പോൾ സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിലാണ് സ്റ്റാഫുകളെ വയ്ക്കാത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സാമ്പത്തികം ഇങ്ങനെ നഷ്ടപ്പെടുകയാണ്. ഈ തട്ടിപ്പ് നടത്തിയ ആശുപത്രി അധികൃതർക്കും നഗരസഭയുടെ ഭരണാധികാരികൾക്കും, നഗരസഭ ചെയർമാൻ SR രമേശ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജേക്കബ് വർഗീസ് വടക്കട അടക്കമുള്ളവർക്ക് ഇതിൽ വലിയ പങ്കാണുള്ളത്. ഈ തട്ടിപ്പിന് ഇവരൊക്കെ ഈ തട്ടിപ്പിൻ്റെ വിഹിതം പറ്റുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി നടപടി, ഇപ്പം സൂപ്രണ്ടിനെ സ്ഥലം മാറ്റിയത് ഒരു നാടകീയമായ നീക്കമാണ്. അതായത് കുറ്റവാളികളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇത് കണ്ടുപിടിച്ച സൂപ്രണ്ടിനെ സ്ഥലം മാറ്റിയത് വെറും നാടകീയമായ നീക്കങ്ങളാണ്. അതല്ല BJPക്ക് ആവശ്യം, ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യം. അഴിമതിക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി, അവർക്കെതിരെ കേസെടുത്തുകൊണ്ട് അവരെ മറ്റ് റിമാൻഡിലോട്ട്, അല്ലെങ്കിൽ അവരുടെ നിയമം അനുശാസിക്കുന്ന ശിക്ഷയിലോട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാത്ത പക്ഷം സൂപ്രണ്ടിനെ സ്ഥലം മാറ്റിയത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. കൃത്യമായ പ്രതിഷേധം, BJPയുടെ ശക്തവും കൃത്യമായിട്ടുള്ള പ്രതിഷേധം ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ, യാതൊരു സംശയവുമില്ല. ഇതൊരു നാടകീയമായ നീക്കമാണ്. നമ്മുടെ സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാവുന്ന താലൂക്ക് ഹോസ്പിറ്റൽ അത് ദിവസവും അഴിമതിയിലേക്ക് കൂപ്പുത്തുന്ന ഒരവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
വർഷങ്ങളായി BJP ഉന്നയിക്കുന്ന അഴിമതികൾ ഓരോന്നോരോന്നായി ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളും ഉൾപ്പെടെയുള്ള കൊല്ലം ജില്ലയുടെ നടുക്ക് നിൽക്കുന്ന ഈ ഹോസ്പിറ്റൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ട ഒരു ഹോസ്പിറ്റൽ, അത് ശവത്തിൻ്റെ പേരിൽ വരെ തട്ടിപ്പ് നടക്കുന്നൊരവസ്ഥയാണ്. ആ 500 രൂപ എടുക്കുന്ന ആ പൈസ ഇവിടെ അടയ്ക്കുന്നില്ല. നമ്മൾ ഒരു ലാൻഡ് ടാക്സ് അടയ്ക്കാൻ ചെന്നാൽ 1 രൂപ നമ്മുടെ കയ്യിലില്ലെങ്കിൽ അവർ അടയ്ക്കാൻ പറ്റുമോ? ഈ ഒരു രൂപ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ലാൻഡ് ടാക്സ് അടയ്ക്കാൻ അവർ ഗവൺമെൻറ് സമ്മതിക്കുമോ? അതിൻ്റെ എതിരാണ് ഇവിടെ നടക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഇത്രയും പൈസ ഇവിടെ അടയ്ക്കാതെ അവർ തോന്നിയ രീതിയിൽ തോന്നിവാസം കാണിക്കുന്ന ഈ അവസ്ഥയാണ് കൊട്ടാരക്കര താലൂക്ക് ഓഫീസിൽ കാണിക്കുന്നത്. അവിടെ ഒരു ആംബുലൻസ് ആയാലും എല്ലാവരും ഗുണ്ട ഏർപ്പാടാണ് അവിടെ നടക്കുന്നത്. അത് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാവരെയും സമ്മതത്തോടുകൂടിയാണ്. ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രതിഷേധിക്കാൻ BJP മാത്രമാണ് ഈ കൊട്ടാരക്കര ഉള്ളത്. ഇവിടെ നടക്കുന്ന കൊട്ടാരക്കര ആശുപത്രിയിൽ നടക്കുന്ന സംഭവം കൊട്ടാരക്കര നഗരസഭ കൗൺസിലിൽ ഉന്നയിച്ചപ്പോൾ ചെയർമാൻ പറഞ്ഞത് എന്തുവാണ്? ഈ താലൂക്ക് ഹോസ്പിറ്റലിനെ മനഃപൂർവ്വം ചീത്തയാക്കുവാൻ BJP ശ്രമിക്കുകയാണ്. BJP ചീത്തയാക്കാനാണോ ശ്രമിക്കുന്നത്? ഓരോ പ്രശ്നവും വരുമ്പോഴും അവിടെ ഡോക്ടർമാരുടെ പാമ്പ് കടിയേറ്റുള്ള പ്രശ്നം, എത്രയെല്ലാം പ്രശ്നങ്ങളാണ് BJP ഏറ്റെടുത്തത്. അഞ്ജീവനം കൊടുക്കാനുള്ള ആ മരുന്ന് പോലും ഇല്ലാത്ത അവസ്ഥ. ഇതെല്ലാം നമ്മളൊരു ദേശീയ പാർട്ടി എന്നുള്ള രീതിയിൽ നമ്മൾക്ക് പ്രതിഷേധിക്കേണ്ട ആവശ്യവും ഉണ്ട്. അതുകൊണ്ടാണ് BJP പ്രതിഷേധിക്കുന്നത്. ഈ പ്രതിഷേധങ്ങളൊന്നും കാണാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ പറഞ്ഞ പോലെ തന്നെ ഈ ഹോസ്പിറ്റലിൽ 2 ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ BJP ഉപരോധിച്ചു. ഈ 1.5 ലക്ഷം രൂപയുടെ അഴിമതി, അതുപോലെ തന്നെ OP ടിക്കറ്റിൽ, ആംബുലൻസിൽ, അവിടെ എല്ലാത്തിലും തൊട്ടതെല്ലാം അഴിമതിയാണ്. അവിടെ വേസ്റ്റുകൾ കൂട്ടിയിട്ട് അതിന് നേരത്തെ BJP ഉപരോധിച്ചു. ആ 2 ദിവസം കഴിഞ്ഞ് വേസ്റ്റ് മാറ്റി. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അത് BJPയുടെ പ്രതിഷേധ സമരം കൊണ്ട് മാത്രമാണ് അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നത്. അല്ലാതെ ഒരു കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല. ഇത് ഇപ്പം അന്ന് നമ്മൾ പറഞ്ഞു, ഇപ്പം ആശുപത്രി സൂപ്രണ്ട് ഉടനെ തന്നെ സ്ഥലം മാറ്റുമെന്ന്. അത് പറഞ്ഞതുപോലെ തന്നെ നടന്നു. എന്തുവാ, CPM-ൻ്റെ അനുഭാവികളായ ഈ അവിടുത്തെ താൽക്കാലിക ജീവനക്കാർ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവർ സ്ഥലം മാറ്റിയിരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന എത്ര പേരുണ്ട് നമ്മൾ അവിടെ താൽക്കാലികമായിട്ട് ജീവനക്കാരായിട്ട് എല്ലാം CPM-ൻ്റെയും DYFIയുടെയും പ്രവർത്തകരല്ലേ അവിടെ താൽക്കാലിക ജീവനക്കാരായിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആയാലും താൽക്കാലിക ജീവനക്കാരെ മൊത്തം നിയമിക്കുന്നതാണ് CPM-ആണ് നിയമിക്കുന്നത്. CPI കൂടെ നിയമിക്കുകയാണ്. ഇതെല്ലാം ഒരു യോഗ്യതയില്ലാത്ത ആൾക്കാരാണ് അവിടെ എല്ലാം നിയമിക്കുന്നത്. ഒരു പ്രാവശ്യം നമ്മുടെ അവിടെ എക്സ്റേ യൂണിറ്റ് അവിടെ എക്സ്റേ ലാബിൽ അവിടെ എഴുതാനിരിക്കുന്നത് അറ്റ്ലസ് ലാബിലെ കക്ഷിയാണ് അവിടെ എഴുതാനിരിക്കുന്നത്. ആ പ്രതിഷേധിക്കുന്ന അവർ ഇറങ്ങി ഓടിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ അധികാരികൾ കാണുന്നില്ല. നമ്മുടെ ധനകാര്യമന്ത്രിയുടെ മണ്ഡലമാണ്. ധനകാര്യമന്ത്രിയുടെ മൂക്കിൻ്റെ തുമ്പത്ത് കിടക്കുന്ന ഒരു ആശുപത്രിയാണ് കൊട്ടാരം താലൂക്ക് ഹോസ്പിറ്റൽ. ദയവ് ചെയ്ത് താലൂക്ക് ഹോസ്പിറ്റലിനെ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ ധനകാര്യമന്ത്രിയോടൊന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സാധാരണക്കാർ ദിവസം ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ വന്നു പോകുന്നത് ചികിത്സയ്ക്കായിട്ട്. അത് അടിയന്തരമായിട്ട് അതിനെ ഒരു നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ അവിടെ ഒരു HMC യോഗം നടക്കാറുണ്ട്. അമ്മയെ തമ്മിത്തല്ലി പിരിയാണ്. അവിടെ ഒരു കാര്യങ്ങൾ HMC യോഗത്തിൽ തീരുമാനമാകാതെ തനിക്കാകെ പിടക്കാക്കുന്ന സ്വഭാവമാണ് അവിടെ നടക്കുന്നത്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തിലാക്കി അവിടെ ഒരു കാര്യം ഒരു കമ്മിറ്റി കൂടുമ്പോൾ ഒരു അജണ്ട വെച്ചാണ് കൂടുന്നത്. ഏതെങ്കിലും ഒരു അജണ്ട വെച്ചാണ് നമ്മളൊരു കമ്മിറ്റി കൂടുന്നത്. ആ കമ്മിറ്റി കൂടുമ്പോൾ കമ്മിറ്റിയിൽ പറയാനുള്ളത് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. ആ ചർച്ച ചെയ്ത് തീരുമാനിക്കാതെ അവിടെ തനിക്കാക്കി വിടക്കാക്കുന്ന സ്വഭാവമാണ് ആ HMC യോഗത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇതിപ്പം ഇതിന് സൂപ്രണ്ടിനെ മാറ്റിയുണ്ടെന്നോ താൽക്കാലിക ജീവനക്കാരെ മാറ്റിയുണ്ടെന്നോ BJP പുറകോട്ട് പോകുന്നില്ല. ഇത് എപ്പോഴും BJP പറയുന്നതല്ല. ഇത് ശക്തമായ സമരമായിട്ട് BJP മുന്നോട്ട് പോകും. അതിന് ഒരു മാറ്റമില്ല. ബഹുജന പ്രക്ഷോഭം ആളുകളെ എത്ര രീതിയിൽ സംഘടിപ്പിക്കാൻ പറ്റുമോ ഇതിങ്ങനെ വിട്ടാൽ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. തന്നെ ഈ ഹോസ്പിറ്റലിനെ ഇത് ശക്തമായ സമര പരിപാടിയാണ്. BJP മുന്നോട്ട് പോകും. നമ്മൾ പറയുന്നതല്ല, സാധാരണ പറയുന്ന രീതിയിലല്ല. ശക്തമായ ഹോസ്പിറ്റൽ മാർച്ച്, നഗരസഭ ഉൾപ്പെടെയുള്ള മാർച്ച് നമ്മൾ ആസൂത്രണം ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ അതുകൊണ്ട് BJP ആവശ്യപ്പെടുന്നത് വിജിലൻസ് അന്വേഷണമാണ്. അപ്പോൾ BJP ഇന്ന് തന്നെ എല്ലാ ബന്ധപ്പെട്ട അധികാരികൾക്കും ആരോഗ്യ മന്ത്രിക്കും കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിക്കും അടക്കം പരാതികൾ നൽകാൻ പോവുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ തട്ടിപ്പിനെ സംബന്ധിച്ച് മറ്റ് നിരവധി തട്ടിപ്പുകളാണ് നടക്കുന്നത്. ഇതിനെക്കുറിച്ച് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സമഗ്രമായിട്ടുള്ള എല്ലാ വിഭാഗങ്ങളിലും അടിയന്തരമായി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് BJP മുന്നോട്ട് പോവുകയാണ്. അത് അടിയന്തരമായി വിജിലൻസിനെ ഇന്ന് തന്നെ ബന്ധപ്പെട്ട് പരാതികൾ നൽകും.